ദേവുട്ടി, ഇങ്ങ് വന്നേ. ഒരു കാര്യം പറയട്ടെ. എന്താണെന്നാ? ഒന്നിങ്ങ് വാ, പറയാം. ഇവിടെ വരെ. പിന്നെ നീ എന്താ അളിയൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ഏ എടി, ഒന്നുമില്ലെങ്കിൽ നിന്റെ ഇളയ അനിയനല്ലേ. കാര്യമൊക്കെ ശരിയാണ്. നമ്മൾ ഒളിച്ചോടിപ്പോയപ്പോൾ അവൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. എന്നെ തല്ലാൻ വന്നു, നിന്നെ തല്ലാൻ വന്നു, ഗുണ്ടകളെ അഴച്ചു. അതൊക്കെ കഴിഞ്ഞില്ല ബാവേ. ഇപ്പോൾ അവനൊരു കല്യാണം കഴിച്ചു, അവനൊരു കുഞ്ഞുണ്ടായി. ആ കൊച്ചിൻ്റെ ആവശ്യമല്ലേ വന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പം നീ മനസ്സിൽ ഇതൊക്കെ വെച്ചുകൊണ്ട് എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എന്തൊക്കെ ആയാലും കൊള്ളാം, നീ അവൻ്റെ ആ കൊച്ചിൻ്റെ ചടങ്ങിൽ പോയി പങ്കെടുക്കണം. കേട്ടോ? പറഞ്ഞ കേട്ടോ? എനിക്കേ നാളെ അത്യാവശ്യമായിട്ട് ഒന്ന് ആലപ്പുഴ വരെ പോകണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. അപ്പം നീയും മോളും കൂടി അങ്ങോട്ട് എന്തായാലും പോകണം. എന്താ ദേവി നീ ഒന്നും മിണ്ടാത്തത്? നീ എന്തിങ്ങനെ ചക്ക വെട്ടിയിട്ട പോത്തിനെ പോലെ ഇങ്ങനെ മുഖം വീർപ്പിച്ച് പിടിച്ച് നിൽക്കുന്ന കാര്യം എന്താണ്? ഏ എന്താടി? പോവില്ലെന്നാ? ദേവി ആവേ, നീ അങ്ങനെ പറയരുത് കേട്ടാ. അവൻ നേരത്തെ അങ്ങനെ പലതും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ തെറ്റൊക്കെ അവന് മനസ്സിലായപ്പോൾ അവൻ ആ തെറ്റ് തിരുത്തി അവൻ വന്നല്ലോ നമ്മുടെ അടുത്തേക്ക്, അല്ലേ? ഇങ്ങനെ മനസ്സിൽ വെച്ച് നീ പെരുമാറരുത് കേട്ടാ. അവനേടെന്നല്ല, ഒരാളോടും കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറരുത്. കേട്ടോ പറഞ്ഞത്? അതിന് വിട്ടുകളഞ്ഞേക്ക്. എൻ്റെ പൊന്നല്ലേ, ഏട്ടൻ പറയുന്നതനുസരിച്ച് നാളെ നല്ല മിടുക്കിയായിട്ട് മോളെയും കൂട്ടി നീ അവിടെ ചെല്ലണം. ചെന്നിട്ട് അവൻ്റെ ആ കൊച്ചിൻ്റെ ആവശ്യമൊക്കെ പങ്കെടുത്ത് സന്തോഷമായിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ നീ പോയിക്കോ, ഞാൻ വന്നോളാം. ഞാൻ ആലപ്പുഴ പോയിട്ട് നേരെ അങ്ങോട്ട് വന്നേക്കാം കേട്ടോ. എന്താ പറ? ഇത്രോ നേരം ചക്ക വെട്ടിയിട്ട പോത്തിനെ പോലെ ഇങ്ങനെ മോന്ത വീർപ്പിച്ചിരുന്നു. ഇപ്പതേ പട്ടീനെ പോലെ ഒന്ന് കരയും. എന്തിനാണ് നീ ഇങ്ങനെ കരയണത്? അല്ല, എന്താ കാര്യം? എന്താ? ഏ എടിക്ക്, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ. അതാരായാലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ. അച്ഛനും അമ്മയും പുന്നാരിച്ച് വളർത്തിയ കൊച്ചല്ലേടി നീ. ഞാൻ നിന്നെ അടിച്ചിട്ട് പോകുമ്പോൾ അവർക്കങ്ങനെ വിഷമം ഉണ്ടാവില്ലേ? അച്ഛനിപ്പോൾ ജീവനോടും ഇല്ല, അത് പോട്ടെ. അമ്മയുണ്ട്, അവനും ഉണ്ട്. അതൊക്കെ ഉണ്ടാവും, അങ്ങനെ സ്വാഭാവികമാണ്. പക്ഷെ അത് കുറേ കഴിയുമ്പോൾ അതിനൊക്കെ മാറ്റങ്ങൾ വരും. ഇപ്പോൾ വന്നല്ലോ, അവൻ വന്നല്ലോ ഇവിടെ. ഏ കണ്ണൊക്കെ തുടച്ച് എന്തിനിങ്ങനെ കരയുന്നത്? എന്നിട്ടേ സന്തോഷമായിട്ടിരിക്കാണ്ട് നാളെ മോളെയും കൂട്ടി അവിടെ പോകണം കേട്ടോ. എൻ്റെ പൊന്നില്ല, ഏട്ടൻ പറയണ കേൾക്ക്. ഏട്ടൻ അവിടെ വന്നോളാം. അവർക്കും ഒരു സന്തോഷവും നമുക്കൊരു സന്തോഷവും കേട്ടോ. ഇപ്പം ചിരി വന്നല്ല, ഏട്ടൻ്റെ പൊന്നാണ്. അങ്ങനെ ചിരിച്ച് ഹാപ്പിയാവും കേട്ടോ. എപ്പോഴും ഇങ്ങനെ ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ അല്ലേ? എന്നാൽ പോയി ഫുഡ് എടുത്ത് വെക്കാം, നമുക്ക് കഴിച്ചിട്ട് കിടക്കാം കേട്ടോ. ഓക്കെ.